ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1199 കർക്കിടകം 16 അതായത് 2024 ജൂലൈ മാസം 31 തീയതി ശുക്രൻ കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് എത്തുന്നതിനാൽ 7 രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അഭ്യുന്നതിക്ക് ആവശ്യമായ നിരവധി സത്ഫലങ്ങൾ ശുക്രൻ പ്രദാനം ചെയ്യുന്നതാണ്. ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും നടക്കാത്ത യുവതീ യുവാക്കൾക്ക് വിവാഹം എന്ന സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാകുന്നു. അതുപോലെ സന്താനമെന്ന സ്വപ്നത്തിന് സാഫല്യമുണ്ടാകുന്നു. സ്വന്തമായി ഭൂമി, വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവർക്ക് അതിനുള്ള സാഫല്യം ഉണ്ടാകുന്നു. തൊഴിൽ തേടുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്നു. ജോലിക്കും മറ്റുമായി വിദേശത്തേക്കും മറ്റും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങി വരും. കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറി സന്തോഷം ഉണ്ടാകുന്നു. എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമായ അഭ്യുന്നതിക്ക് ആവശ്യമായ സർവ കാര്യങ്ങളും ശുക്രൻ്റെ സഞ്ചാരഫലം കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നതാണ്. ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ജാതകർക്കും ശുക്രൻ സമ്പത്തും സമൃദ്ധിയും നല്ല ചേർച്ചയുള്ള ജീവിത പങ്കാളികളെയും സൽസന്താനങ്ങളെയും ഭൂമി, വീട്, വാഹനം, വസ്ത്രാദി ആഭരണങ്ങൾ തുടങ്ങിയ എല്ലാവിധ സുഖഭോഗങ്ങളും ഇഷ്ടഭാവസ്ഥിതനായ ശുക്രൻ ജാതകർക്ക് നൽകുന്നതാണ്. ശുക്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള വരവോടുകൂടി ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യമുള്ള ഏവർക്കും ഈ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായി കന്നി രാശിക്കാരായ ഉത്രം 2, 3, 4 പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര നക്ഷത്രം 1, 2 പാദക്കാർക്കും വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകളാണ്. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കൈകളിലേക്ക് ധാരാളം ധനം വന്നു ചേരും. സ്വന്തമായി ഭൂമിയും വീടും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകും. വിദേശത്തും സ്വദേശത്തും ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയ അളവിൽ ദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. പൂർവികമായി ലഭിക്കേണ്ടതായ കുടുംബ സ്വത്തുക്കൾ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളും മറ്റും മാറി സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാകുന്നതാണ്. പലവിധങ്ങളായ കാരണങ്ങളാൽ വിവാഹങ്ങൾ മാറിപ്പോയിരുന്നവർക്ക് വിവാഹം സാധ്യമാകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ നല്ല ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ സാമ്പത്തിക നിലയിൽ വളരെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് സാധ്യമാകുന്നതാണ്. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര 3, 4 പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖ നക്ഷത്രം 1, 2, 3 പാദങ്ങളിൽ പെട്ടവർക്കും ശുക്രൻ ലാഭഭാവത്തിലേക്ക് വരികയാൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വളരെ നല്ല സമ്പാദ്യങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കുവാൻ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധ്യമാകുന്നതാണ്. മുൻകാലങ്ങളിൽ നഷ്ടപ്പെടാനിടയായ പല സംഗതികളും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിലാഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും വളരെ മെച്ചപ്പെട്ടതായ വിജയങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വളരെയേറെ മികവ് പുലർത്തുവാൻ ഈ നക്ഷത്രക്കാർക്ക് നിഷ്പ്രയാസം സാധിക്കും. ഉദ്യോഗസ്ഥരായവർക്കും പൊതുപ്രവർത്തന രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും പ്രമോഷനുകളും ഉയർന്ന സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭ്യമാകുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും മെച്ചപ്പെട്ട ഉദ്യോഗങ്ങളുടെ ലബ്ധിയും സ്ഥാനക്കയറ്റങ്ങളും
അതുവഴി വരുമാനത്തിന് ഗണ്യമായ വർധനയും അനുഭവം ആകുന്നതാണ്. രോഗങ്ങളും മറ്റും അലട്ടിയിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് നല്ല ആരോഗ്യവും ഉണ്ടാകുന്നതാണ്. വളരെയേറെ ഗുണാനുഭവങ്ങൾ ശുക്രൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള വരവോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകും. ദീർഘനാളായി വിവാഹം നടക്കാതെ വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥതകളിൽപ്പെട്ട് വലഞ്ഞിരുന്നവർക്ക് അസ്വസ്ഥതകൾ മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. സ്വന്തമായി ഒരല്പം ഭൂമി, ഒരു വീട്, ഒരു നല്ല വാഹനം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ജാതകത്തിൽ ശുക്രൻ സ്വക്ഷേത്രങ്ങളിലോ, അതായത് ഇടവത്തിലോ തുലാത്തിലോ ഉച്ചസ്ഥാനമായ മീനത്തിലോ ഒക്കെ നിൽക്കുന്നവർക്ക് സാധ്യമാകുന്നതാണ്. അടുത്തതായി ധനു രാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്ക് ശുക്രൻ എത്തുകയാണ്. പല വിധത്തിലുള്ള കടബാധ്യതകളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങളും ഈ ദിവസങ്ങളിൽ തെളിഞ്ഞു വരും. രോഗപീഠകളാൽ വലഞ്ഞിരുന്നവർക്ക് രോഗശമനമുണ്ടാകുന്നതാണ്. ആരോഗ്യസ്ഥിതിയിൽ ഗുണപരമായ മാറ്റം ഉണ്ടാകുന്നതാണ്. നിരന്തരം ശല്യം ചെയ്തിരുന്ന പല ശത്രുക്കൾക്കും മനംമാറ്റമുണ്ടാകും. തൊഴിൽ രംഗത്തും മറ്റും അലട്ടിയിരുന്ന പല എതിർപ്പുകളും ഇല്ലാതെയാകും. കോടതി വ്യവഹാരങ്ങളിൽപ്പെട്ട് അലഞ്ഞിരുന്നവർക്ക് അനുകൂലമായ കോടതി വിധികളുണ്ടാകും. പലവിധ വഴികളിലൂടെയായി കൈയും മനസ്സും നിറയെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. ഭാവി കാലത്തേക്കായി വളരെ മെച്ചപ്പെട്ട സമ്പാദ്യങ്ങൾ മാറ്റിവെക്കുവാൻ കഴിയും. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ രംഗത്ത് ഉയർന്ന സ്ഥാനലഭ്യതയും കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലിലേക്ക് മാറാൻ കഴിയുകയും നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാനും ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് സാധിക്കുന്നതാണ്. ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ ഇഷ്ടസ്ഥാനങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ഉച്ചസ്ഥാനമായ മീനത്തിലോ നിൽക്കുന്നവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ മേൽപ്പറഞ്ഞ ഗുണാനുഭവങ്ങളുടെ ആധിക്യം ഉണ്ടാകുന്നതാണ്. അടുത്തതായി ഇടവക്കൂറ് നക്ഷത്രക്കാരായ കാർത്തിക 2, 3, 4 പാദക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകയിര നക്ഷത്രം 1, 2 പാദക്കാർക്കും സ്വന്തമായി ഒരു വീട് ഉണ്ടാകുക എന്ന ജീവിതാഭിലാഷം സഫലമാകുന്ന കാലമായിരിക്കും. അസുഖബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മാതാവിന് രോഗശമനമുണ്ടാകുകയും ആരോഗ്യാവസ്ഥയിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നതാണ്. ദീർഘകാലമായി മനസ്സിലാഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വീട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ചില കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ കഴിയുന്നതാണ്. മനസ്സിനെ അലട്ടിയിരുന്ന ചില സാമ്പത്തിക പ്രയാസങ്ങൾ മാറി സാമ്പത്തിക സുസ്ഥിരതയും ഭദ്രതയും കൈവരുന്നതാണ്. കേസുകളും വഴക്കുകളിലും പെട്ട് അസ്വസ്ഥതകളിൽ പെട്ടിരുന്നവർക്ക് കേസുകളും വഴക്കുകളുമൊക്കെ അനുകൂലമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നവർക്ക് അത് പരിഹരിച്ച് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരുന്നതാണ്. ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ സ്വക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ഉച്ചക്ഷേത്രമായ മീനത്തിലോ നിൽക്കുന്ന ജാതകർക്ക് മേൽപ്പറഞ്ഞതായ അനുകൂല ഫലങ്ങൾ തീർച്ചയായും അനുഭവം ആകുന്നതാണ്. അടുത്തത് മിഥുനക്കൂറ് നക്ഷത്രക്കാരായ മകയിര നക്ഷത്രം 3, 4 പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദം നക്ഷത്രം 1, 2, 3 പാദക്കാർക്കും പ്രവൃത്തികളിൽ നല്ല ഉത്സാഹമുണ്ടാകുകയും അതുവഴി ജീവിതത്തിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാനും കഴിയുന്നതിനാൽ മനസ്സിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ്. ഈശ്വരാനുഗ്രഹം വളരെ നന്നായി അനുഭവപ്പെടും. പൂർവികമായ സ്വത്തുവകകൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭ്യമാകുന്നതാണ്. ദീർഘകാലമായി സന്താനഭാഗ്യം ലഭിക്കാതിരുന്നവർക്ക് സന്താനഭാഗ്യമുണ്ടാകും. സന്താനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ആവശ്യമായ മാതാപിതാക്കൾക്ക്
സന്താന സഹായങ്ങൾ ലഭ്യമാകും. മക്കളുടെ വിവാഹാദി മംഗളകാര്യങ്ങളും ഈ കാലത്ത് നടക്കുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് അത് സാധ്യമാകും. ഭൂമി, വീട് എന്നിവകൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകും. ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ വന്ന ചില യാത്രകൾ കൊണ്ട് സാമ്പത്തികമായി നല്ല പ്രയോജനമുണ്ടാകുന്നതാണ്. വിവാഹത്തിനുള്ള ചില തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ്. ജാതകത്തിൽ ശുക്രൻ സ്വക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ഉച്ചക്ഷേത്രമായ മീനത്തിലോ സ്ഥിതി ചെയ്യുന്നവർക്ക് മേൽപ്പറഞ്ഞതായ ശുഭഫലങ്ങൾക്ക് ആധിക്യം ഉണ്ടാകുന്നതാണ്. അടുത്തതായി മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളിൽ നിന്ന് സഹായങ്ങളും മറ്റും ആശ്രയിക്കുന്നവർക്ക് ലോഭമില്ലാതെ അത് ലഭ്യമാകുകയും സന്താനങ്ങൾ അഭിവൃദ്ധിയിലേക്ക് ഉയരുന്നത് കാണാൻ സാധിക്കുകയും വിവാഹം തുടങ്ങിയ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പല മംഗളകാര്യങ്ങളും കുടുംബത്തിൽ നടക്കുകയും നനച്ചിരിക്കാത്ത നേരത്ത് പലവിധ ഭാഗ്യങ്ങളും വന്നു ചേരുകയും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള കഴിവും വേണ്ടത് വേണ്ട നേരത്ത് പ്രവർത്തിക്കാനുള്ള പ്രാപ്തിയും വളരെ മെച്ചപ്പെട്ടതായ സാമ്പത്തിക അഭിവൃദ്ധി കൈവരികയും ബന്ധുജനങ്ങളുമായുള്ള പലവിധ അസ്വാരസ്യങ്ങളും മാറി അവരിൽ നിന്ന് പലവിധ സഹായങ്ങളും ലഭ്യമാകുകയും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം പോലെയുള്ള ഉന്നത സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയും ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ ഇഷ്ടസ്ഥാനങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ഉച്ചസ്ഥാനമായ മീനത്തിലോ സ്ഥിതി ചെയ്യുന്നവർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളുടെ ആധിക്യവും ദുർഗാദേവി കടാക്ഷത്താൽ അനുഭവങ്ങൾ ആകുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരായ ഉത്രാടം 2, 3, 4, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നിലവിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭ്യമാകുകയും വിദേശത്ത് ജോലി തേടുന്നവർക്ക് ജോലി ലഭ്യമാക്കാനുള്ള യോഗവും വളരെ മെച്ചപ്പെട്ടതായ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഉയർച്ച ഉണ്ടാകുകയും സന്താനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ആശ്രയിച്ചിരുന്നവർക്ക് അത് ലഭ്യമാകുകയോ സന്താനങ്ങളുടെ തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റുമുള്ള ഉയർച്ച കാണാൻ കഴിയുകയും സന്താനഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുകയും പുതിയതായി വീട് പണിയുകയോ നിലച്ചു പോയിരുന്ന ജോലി പുനരാരംഭിക്കുകയോ ചെയ്യുകയും അത് പൂർത്തിയാക്കുകയും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുകയും രോഗികളായിരുന്നവർക്ക് രോഗശമനവും പ്രത്യക്ഷത്തിൽ ഇല്ലാതിരുന്ന പല ഗുണാനുഭവങ്ങളും ജീവിതത്തിലേക്ക് വന്നെത്തുകയും രത്നം മുതലായ ചില അമൂല്യ വസ്തുക്കൾ സമ്പാദ്യമായി മാറുകയും ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിലോ തുലാത്തിലോ ഉച്ചക്ഷേത്രമായ മീനത്തിൽ ജാതകത്തിൽ നിൽക്കുന്നവർക്കും ദുർഗാദേവി കടാക്ഷത്താൽ അനുഭവം ആകുന്നതാണ്. ശുക്രൻ്റെ രാശി മാറ്റം കൊണ്ട് അനുകൂല ഫലങ്ങൾ ലഭ്യമാകുന്നവരെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.